വെള്ളം ഉപയോഗിക്കുന്നിടത്തൊക്കെ മലയാളി കുളിക്കുന്നത് വലിയ തോതിൽ വെള്ളം ചെലവഴിച്ചിട്ടാണ്. മലയാളി അലക്കുന്നത്, മലയാളി മത്സ്യം കഴുകുന്നത് ധാരാളമായി വെള്ളം ചെലവഴിച്ചിട്ടാണ്. അതൊക്കെ മിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴുകുന്ന നദിയിൽ ഇറങ്ങി ഒതുകൊടുക്കുന്ന ആളോട് പോലും മൂന്നിലേറെ കഴുകരുത്, അമിതത്വം ചെയ്യരുത് എന്ന് പറയുന്നത്. ആ സാബിയരും ചോദിക്കുന്നുണ്ട്, വെള്ളത്തിലുണ്ടോ അമിതത്വം എന്ന്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുത്തു. ഈ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത് നമ്മളോട് മാത്രം ചെയ്യേണ്ട ഒരു ധർമ്മമല്ല, അടുത്ത തലമുറയോട് കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്ലാസ്റ്റിക് നിറച്ച് നമ്മുടെ ഈ പുഴകളും സമുദ്രങ്ങളും ഒക്കെ നശിച്ചു സങ്കല്പിക്കുക. അടുത്ത തലമുറയ്ക്ക് മത്സ്യം കിട്ടൂല. ഇപ്പോൾ തന്നെ മത്സ്യങ്ങളുടെ ഉള്ളിൽ നാനോ പ്ലാസ്റ്റിക് തന്മാത്രകൾ ഉണ്ട് എന്നാണ് പഠനങ്ങൾ. മത്സ്യങ്ങളുടെയൊക്കെ ഉള്ളിൽ, എല്ലാ മത്സ്യത്തിൻ്റെയും നല്ല, പൊതുവെ മത്സ്യങ്ങളുടെ ഉള്ളിൽ നാനോ പ്ലാസ്റ്റിക്, വളരെ സൂക്ഷ്മമായ പ്ലാസ്റ്റിക്കിന്റെ കണങ്ങളുണ്ട്. എന്തുകൊണ്ട്? കടൽ കൊണ്ടുപോയി കൊട്ടുമ്പോൾ ഇവറ്റുങ്ങളുടെ വയറിലെത്തുന്നു. അത് ചെറിയ രീതിയിൽ വിഘടിച്ച് അവരുടെ ശരീരഭാഗങ്ങളിലെത്തുന്നു. അതാ നമ്മൾ തിന്നുന്ന മത്സ്യം. ഇത് വ്യാപകമായി വന്നാലോ മത്സ്യസമ്പത്ത് നശിക്കും, ഇല്ലാണ്ടയാകും. അപ്പൊ കടലിൽ മത്സ്യം ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? അതിൽ സ്വാഭാവികമായി വരുന്ന മാലിന്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് കടൽ വെള്ളം അശുദ്ധമാകും. അതൊക്കെ ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഇല്ലാതെയാകുന്നത് വിവിധങ്ങളായ ജന്തുക്കൾ അത് ഭക്ഷണമാക്കുന്ന ആ ഒരു ചാക്രികം, അല്ലെ, ആ ഒരു സർക്കിൾ നമുക്കറിയാലോ. ഓരോന്നിനെ മറ്റു ജന്തുക്കൾ ഭക്ഷണമാക്കി അങ്ങനെ ഇതിന്റെ ആ ഒരു വിശുദ്ധി നിലനിർത്തി പോകുന്നത് കൊണ്ടാണ്.